ഭയം ജീവിതത്തിൽ നല്ലതാണോ? ജീവിതത്തിൽ ഭയം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള പല ഭയങ്ങൾ കാണും. വെള്ളത്തിലിറങ്ങാൻ പേടി, അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കാൻ പേടി, പെമ്പിളാരോട് സംസാരിക്കാൻ പേടി, ആമ്പിളാരോട് സംസാരിക്കാൻ പേടി, വലിയൊരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ അവരോട് സംസാരിക്കാൻ പേടി, ബന്ധുക്കളോട് സംസാരിക്കാൻ പേടി. അങ്ങനെ പല വിധത്തിലുള്ള ഭയങ്ങൾ നമുക്ക് ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഭയത്തെ അത്രയേറെ ഭയക്കേണ്ടതുണ്ടോ? ഭയം എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ ഭയക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാക്കേണ്ട ഒരു സംഭവമാണ്. അല്ല, ഭയം ഒരു പരിധി വരെ നല്ലതാണ്. നമുക്ക് ഭയം ഉള്ളതുകൊണ്ടാണ് ഒരു സിംഹം നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി രക്ഷപ്പെടുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഭയം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊരു സിംഹം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കും, സിംഹം നമ്മളെ കടിച്ച് കയറി കൊന്നിട്ട് പോകും. അപ്പോൾ ഭയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സിംഹത്തെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്നത്. അപ്പോൾ ഭയം ഒരു പരിധിവരെ നല്ലതാണ്. നിങ്ങൾ ഡോഡോ പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഡോഡോ പക്ഷികൾ മൗറീഷ്യസ് ദ്വീപിൽ വിഹരിച്ചുകൊണ്ടിരുന്ന ഒരു തരം പക്ഷികളായിരുന്നു. ആ ദ്വീപിൽ അവരെ ആക്രമിക്കാൻ അവർ ഭയപ്പെടുന്ന യാതൊരു വിധമായ മറ്റ് ജീവികളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഡോഡോ പക്ഷികൾക്ക് ഭയം എന്നൊന്നും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡച്ചുകാർ അവിടെ ചെല്ലുകയും ഈ പുതിയ ആൾക്കാർ വന്ന് കണ്ടപ്പോൾ ഡോഡോ പക്ഷികൾക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആകുക. അവർ ഓടി ഡച്ചുകാരായിട്ട് ഓടിച്ചു. അവരെന്ത് ചെയ്തു? ഒന്നൊന്നായിട്ട് ഈ ഡോഡോ പക്ഷികളെ കൊന്നൊടുക്കി. എന്നാൽ ഈ സഹജീവികൾ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരെ കൊന്നൊടുക്കുന്ന കാണുമ്പോൾ ഈ ഡോഡോ പക്ഷികൾക്ക് ഒരിക്കൽ പോലും ഒരു ഭയം തോന്നിയില്ല. അതുകൊണ്ട് ആ കൊല്ലുന്ന കാണുമ്പോൾ പിന്നെ ഒരു ഓടി ചെല്ലുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെ ആ ഡോഡോ പക്ഷികൾ മൊത്തമായിട്ട് തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് വംശനാശം സംഭവിച്ചു പോകാനായിട്ട് ഇടയായിരുന്നു. അപ്പം അതിൻ്റെ കാരണം അവർക്ക് ഭയമില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന് ഭയമുള്ളതുകൊണ്ടാണ് മനുഷ്യരാശി ഇന്നും നിലനിൽക്കുന്നത്. മറ്റ് ജീവികളെ, നമ്മളെ കൊല്ലാൻ സാധ്യതയുള്ള, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമുക്ക് ഭയം തോന്നുന്ന ജീവികളെ നമുക്ക് ഭയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരെ എക്സിസ്റ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഭയം ഒരു പരിധി വരെ നല്ലൊരു കാര്യമാണ്. ഭയം അത്ര ഭയക്കേണ്ട ഒന്നല്ല. ഭയം നല്ലത് തന്നെയാണ്. എന്നാൽ അകാരണമായി അനാവശ്യമായി ഒരു റീസണും ഇല്ലാതെ നമുക്ക് ചില ഭയങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ ആ ഭയങ്ങളെ നമ്മൾ വിജയിക്കുക തന്നെ വേണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാകാൻ ഇങ്ങനെയുള്ള ഭയങ്ങളെ നമ്മൾ വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് ആ ഭയങ്ങളെന്നും എങ്ങനെയാണ് ആ ഭയങ്ങളെ കണ്ടെത്താവുന്നത് എന്നും അതുപോലെ തന്നെ ആ ഭയങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യാം, ഹൗ ടു ഓവർകം ദോസ് ഫിയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. Jobified. Inspire your potential. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭയങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഹൗ ടു ഐഡൻറ്റിഫൈ യുവർ ഫിയേഴ്സ്. അപ്പോൾ അതിന് 4 മാർഗങ്ങളാണ് ഉള്ളത് നമ്മുടെ ഫിയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഒന്നാമതായിട്ട് സെൽഫ് റിഫ്ലക്ഷൻ. നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് സെൽഫ് റിഫ്ലക്ഷൻ. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക, എന്താണ് നമ്മുടെ ഭയങ്ങൾ, നമ്മൾ തന്നെ ചിന്തിക്കുക. നമ്മൾ വെറുതെ ഇരുന്ന് നിങ്ങൾ സൗകര്യമായിട്ടൊരു സ്ഥലത്ത് പോയിരുന്ന് ചിന്തിക്കുക. മനസ്സൊക്കെ ഫ്രീ ആക്കിയിട്ട് ചിന്തിക്കുക, എന്താണ് ഞാൻ എന്തിനേക്കാണ് ഭയക്കുന്നത്, എന്തൊക്കെ ഭയങ്ങളെയാണ് ഞാൻ ഓവർകം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഭയങ്ങൾ കാണും, എല്ലാ ഭയങ്ങളും ഓവർകം ചെയ്യേണ്ട അത്യാവശ്യമില്ല. എന്നാൽ മെയിനായിട്ട് നമ്മുടെ ലൈഫിൻ്റെ പ്രോഗ്രസ് ഹിൻഡർ ചെയ്യുന്ന, നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ പുറകോട്ട് വലിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫിയേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ട ഫിയേഴ്സ് കണ്ടെത്തുക. അപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ വളരെ ഈസി ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ സെൽഫ് റിഫ്ലക്ഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന് സെൽഫായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ എന്താണ് ഏറ്റവും മാറ്റേണ്ടതായ ഭയങ്ങളെന്ന് കണ്ടുപിടിക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തതായിട്ട് പേ അറ്റൻഷൻ ടു യുവർ ബോഡി. നമുക്ക് ഈ ഭയങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വല്ലാതെയുള്ള ഭയങ്ങളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റേജിൽ സംസാരിക്കാൻ, ഒരു സ്റ്റേജ് ഫ്രൈറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സ്റ്റേജിൽ സംസാരിക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നെഞ്ചുവേദന പോലൊരു ഫീല്, നെഞ്ചത്തെന്തോ ഒരു ഭാരം വെച്ചുള്ള ഒരു ഫീല്, കൈയൊക്കെ ഭയങ്കരമായിട്ട് വേർക്കുക, പിന്നെ എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക, വേർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല തരത്തിലുള്ള സിംറ്റംസ് നമ്മളെ ബോഡി തന്നെ നമ്മളെ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ഭയം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് ഭയമാണോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മുടെ അൺകോൺഷ്യസ് നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ശരീരം വേർക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ വേർക്കുന്നത് നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. എന്നാൽ പോലും നമ്മൾ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് വേർക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പല ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കതിന് ഭയമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ ഫിയർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പേ അറ്റൻഷൻ ടു യുവർ ബോഡി. മൂന്നാമതായിട്ടുള്ളത് കൺസിഡർ വാട്ട് യു ഹേറ്റ്.
നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. ചിലർ പറയാറില്ലേ എനിക്ക് യക്ഷികൾ ഇഷ്ടമല്ല, എനിക്ക് യക്ഷികൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമല്ലാഴികയല്ല, ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് പേടിയുള്ള കാര്യങ്ങളോട് നമുക്കൊരു ഇഷ്ടക്കേടായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് റിയലായിട്ട് പേടിയായിരിക്കും, പക്ഷെ നമുക്കതൊരു ഇഷ്ടമില്ലാഴികയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിനോട് തോന്നുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലോകത്ത് എല്ലാ കാര്യങ്ങളും ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടാനിഷ്ടങ്ങൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളും യുണീക്കാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടം വളരെ യുണീക്കാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാം. പക്ഷേ നമുക്കിഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ശരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കത്തില്ല, മറിച്ച് നമുക്കതിനോട് ഭയമുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ ആ ഇഷ്ടക്കേട് വരുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്, നമുക്കതിനെ ഭയമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ദേഷിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഹെയ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമില്ലാഴിക വരുന്നത് നമുക്ക് ഭയമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്തതെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഭയങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് അനലൈസ് യുവർ ഡ്രീംസ്. ഇത് നമുക്ക് ചിലപ്പോൾ വിയേർഡായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, പക്ഷേ ചിലർക്ക് ഭയങ്കര ഒബ്വിയസ് ആയിട്ടും ഭയങ്കര ഇതെൻ്റെ ലൈഫിൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അത് ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ലൈക്ക് അപൂർവം അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളുണ്ടായിരിക്കാം. അവർക്ക് അവരുടെ സ്വപ്നങ്ങളിൽ അവരുടെ ഭയങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവർ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇപ്പം സപ്പോസ് വെള്ളം പേടിയുള്ള, വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ള ഒരാൾക്ക് രാത്രി ഇങ്ങനെ ഞാനിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങും, ഞാൻ വെള്ളത്തിൽ വീഴുന്നു, ഞാൻ കിടന്ന് കൈകാലിട്ട് അടിക്കുന്നു, അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് രാത്രി ഞെട്ടി എഴുന്നേൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവരുടെ ഡ്രീംസിൽ ഇവർ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഡ്രീംസ് ഞെട്ടി എഴുന്നേൽക്കുന്നതെല്ലാം ഒരു ഭയമുള്ള കാര്യങ്ങളായിരിക്കും ഇവർ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നത്. അപ്പോൾ അനലൈസ് യുവർ ഡ്രീംസ്. അങ്ങനെ ഡ്രീംസ് അനലൈസ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ഫിയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഈ ഫിയേഴ്സിനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം, ഫിയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്കത് ഓവർകം ചെയ്യണം അല്ലേ. ഹൗ ടു ഓവർകം യുവർ ഫിയേഴ്സ്. ഈ വീഡിയോയുടെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള പാട്ടിലേക്ക് വരികയാണ്. എങ്ങനെയാണ് നമ്മുടെ ഭയങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത്? ഹൗ ടു ഓവർകം യുവർ ഫിയേഴ്സ്. ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ട് എനിക്ക് അത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള 4 മാർഗങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4 മെത്തേഡ്സ്. ഒന്നാമതായിട്ട് ഗ്രാജുവൽ എക്സ്പോഷർ. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മുടെ ഒരു വലിയ ഫിയർ ഉണ്ട്, അതിന് പതുക്കെ നമ്മൾ ഈ വിഷം കുറച്ച് കഴിച്ച് അതിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെടുമെന്ന് പറയുന്ന പോലെ നമ്മുടെ ഭയത്തെ നമ്മൾ കുറച്ചായിട്ട് നേരിടുക. ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഉള്ള ആളാണെങ്കിൽ ഒരു 3 പേരോട് ചുമ്മാ, ആദ്യം 3 പേര് വേണ്ട, കണ്ണാടിയിൽ സ്വയം ഇരുന്ന് നമ്മൾ എന്ത് പറയാൻ പോകുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഒരു അവസരം ഒരു 3 പേര് 4 പേരുള്ള ഒരു സദസ്സിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക. പിന്നെ കുറച്ചും കൂടെ വലിയ ഗ്യാതറിങ് ആക്കുക. അപ്പോൾ അങ്ങനെ ഗ്രാജുവലായിട്ട് നമ്മളത് ചെയ്ത് നോക്കുമ്പം നമുക്ക് പതുക്കെ ആ ഫിയർ അങ്ങ് പോയി കിട്ടും. ഇപ്പം വെള്ളത്തെ ഭയമുള്ള ചിലർക്ക് ഭയങ്കര ഭയമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് കാലൊക്കെ നനയുന്ന രീതിയിലുള്ള വെള്ളത്തിലൊന്ന് കളിച്ച് നോക്കുക. അതിനുശേഷം കുറച്ചും കൂടെ ഒരു മുട്ടറ്റം വരെയുള്ള വെള്ളത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് അര വരെ നോക്കുക, പിന്നെ ഒരു നെഞ്ച് വരെ നോക്കുക, കഴുത്ത് വരെ നോക്കുക, പിന്നെ മുങ്ങുന്ന വെള്ളത്തിൽ നോക്കുക. അപ്പോൾ അങ്ങനെ പതുക്കെ അപ്പം നമുക്ക് എന്തായാലും കാല് മുങ്ങുന്ന വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും ഭയം തോന്നില്ല എന്ന് ഉറപ്പാണ് അല്ലേ. അപ്പോൾ അത് വലിയ ഭയം നമുക്ക് തോന്നാൻ സാധ്യതയില്ല. അപ്പോൾ അതിലൊന്ന് കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൽ ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കംഫർട്ടബിൾ ആകുന്നു, കുറച്ചും കൂടെ ഇറങ്ങുന്നു, കുറച്ച് കംഫർട്ടബിൾ ആകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് തരം ഭയത്തെയും നമുക്ക് ഇങ്ങനെ നേരിടാൻ സാധിക്കും. ഗ്രാജുവലായിട്ട് കുറച്ചായിട്ട് നമ്മൾ അതിനോട് എക്സ്പോസ്ഡ് ആകുക. അതായത് ഗ്രാജുവൽ എക്സ്പോഷർ ടു ദ ഫിയർ. നമ്മുടെ ആ ഭയത്തോട് നമ്മൾ ഗ്രാജുവലായിട്ട് എക്സ്പോസ് ചെയ്യുക. കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി നമ്മൾ അങ്ങനെ അതിനോട് എക്സ്പോസ്ഡ് ആകുക. അപ്പോൾ പതുക്കെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഫിയർ നമ്മുടെ ലൈഫിൽ നിന്ന് മൊത്തമായിട്ട് പോയതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും പറയാൻ പറ്റും, ഈ മെത്തേഡ് വളരെ എഫക്റ്റീവാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഗ്രാജുവൽ എക്സ്പോഷർ ടു ഫിയർ. ഇനി രണ്ടാമത്തത്, ചലഞ്ച് യോർ നെഗറ്റീവ് തോട്ട്സ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭയം നമ്മുടെ ഉള്ളിലുള്ളപ്പം നമ്മുടെ മനസ്സിൽ കൊണ്ടിരിക്കുന്നത്, ഇപ്പം ഞാൻ എപ്പോഴും ആൾക്കാർക്ക് എപ്പോഴുള്ളൊരു ഫിയറാണ് സ്റ്റേജ് ഫിയർ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത്.
അപ്പോൾ സ്റ്റേജിൽ പോയി സംസാരിക്കണം, ഞാൻ സ്റ്റേജിൽ പോയി നിൽക്കുന്നു, ഞാൻ ചെല്ലുമ്പോഴത്തേന് എനിക്കാണ് ഒന്നും ഓർമ്മ കിട്ടത്തില്ല, ഓർമ്മ കിട്ടാതാകുമ്പോഴത്തേന് എനിക്ക് അങ്ങ് പേടിയാകുന്നു, ചിലപ്പോൾ ഞാൻ അവിടെ കുഴഞ്ഞങ്ങ് വീഴുന്നു, എല്ലാവരും കൂവി വിളിക്കുന്നു, എല്ലാവരും എന്നെ ചിലപ്പോൾ ചെരുപ്പോ തക്കാളിയൊക്കെ വലിച്ചെറിയുന്നു, ഞാൻ ആകെ നാണം കൊടുക്കുന്നു, പിന്നെ എനിക്ക് കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ പിന്നെ ചെല്ലാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആകുന്നു. അങ്ങനെ നമ്മൾ ഫുൾ നെഗറ്റീവ്, അയ്യോ അത്രയും കാര്യങ്ങൾ വേണ്ട, മായ്ച്ചു കളഞ്ഞേക്കാം, ഞാൻ ചെയ്യുന്നില്ല എന്നങ്ങ് ചിന്തിക്കും അല്ലേ. നമ്മൾ എങ്ങനെയൊക്കെ അത് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത നെഗറ്റിവിറ്റി ആയിരിക്കും അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ സംഭവിച്ചാലും ഇങ്ങനെ സംഭവിച്ചാലും അങ്ങനെ സംഭവിച്ചാലും ഇങ്ങനെ ചെയർമാൻ എന്നെ എടുത്തിട്ട് കുറഞ്ഞാലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും സംഭവ്യമല്ലാത്ത കുറേ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ നമ്മുടെ ഭയങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഇത്രയും ഭയങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ അതിന് വരാവുന്ന കോൺസിക്വൻസസ് അത്രയും കൂടി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് ഒഴിവാക്കാമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ പക്ഷേ ഈ പല കാര്യങ്ങളും അസംഭവ്യമാണ് കൈൻഡ് ഓഫ്. ഇത് ഒരിക്കലും നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കാനോ പോകുന്നില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഇപ്പം ഞാൻ പോയി സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും കാര്യം പറയാനായിട്ട് ശ്രമിക്കുന്നു, അപ്പം എങ്ങനെ 2-3 വാക്ക് തെറ്റിപ്പോയെന്ന് സംഭവിക്കും, ഒന്നും സംഭവിക്കാനില്ല, മനുഷ്യനാണ്, തെറ്റുപറ്റാം. വലിയ പ്രസംഗകർക്ക് പോലും പല തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് ഒരു തെറ്റ് സംഭവിച്ചു, അതേ ഉള്ളൂ. അല്ലാതെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ബോധം കെട്ട് വീഴുവോ, ആൾക്കാരെന്നെ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ സ്വയം വേറെ രീതി ചിന്തിക്കണം. അതായത് ഞാൻ എത്രയോ പേരെ എൻ്റെ കൂട്ടുകാരൊക്കെ സ്റ്റേജിൽ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എത്രയോ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനോഭാവം അവരോട് എന്തുമായിരുന്നു, ഞാൻ അവരെ കളിയാക്കാനാണോ ശ്രമിച്ചിട്ടുള്ളത്? അപ്പോൾ പകരം ഞാൻ അവരോട് കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാനല്ല നമ്മളെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ശ്രമിക്കാൻ പോകുന്നുള്ളൂ. എന്തായാലും നമുക്ക് തെറ്റ് പറ്റിയാലും അവർ നമ്മളെ പോസിറ്റീവായിട്ട് അഫേം ചെയ്യാനല്ലാതെ, നമ്മൾ കുറച്ച് പോസിറ്റീവ് വാക്കുകൾ പറയാനല്ലാതെ അവരൊരിക്കലും നമ്മളെ കുറ്റം പറയാനോ നെഗറ്റീവ് പറയാനോ പോകുന്നില്ല. സോ പിന്നെ ഞാൻ പേടിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ ഈ ഒരു സംഭവം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് ഞാൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് അതൊരു മൂവ്മെൻ്റാണ് അല്ലേ. ഞാൻ ജീവിതത്തിൽ നമ്മൾ ഓരോ ഭയങ്ങളെയും നമ്മൾ അതിജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ബെറ്റർ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പക്ഷേ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പറ്റാൻ പോകുന്നത് ഇത്രയും ചെറിയ കാര്യങ്ങൾ എന്ന് നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് അഫേം ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ ഭയങ്ങളോടുള്ള ആ ഭയത്തോടുള്ളൊരു ഭയം നമുക്ക് കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് ഇടയാത്തരും. ഇനി 3ാമത്തെ പോയിന്റ്, റിലാക്സേഷൻ ടെക്നിക്സ്. നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അത് വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം കുറേ ടെക്നിക്കുകൾ അല്ലേ. നമുക്ക് ഡീപ് ബ്രത്ത് എടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ഈ സ്റ്റേജ് ഫിയറിനെ കുറിച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മളിപ്പം സ്റ്റേജിൽ കയറാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു ഡീപ് ബ്രത്ത് എടുക്കുക. ഒരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് ചെയ്യാൻ പോവാണ്, എനിക്ക് സ്ട്രെസ് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞ ആ ഒരു സ്ട്രെസ് അങ്ങ് റിലീവായി കഴിയുമ്പോഴത്തേന് നമുക്ക് കുറേ ഒരു ആശ്വാസം കിട്ടും. നമുക്ക് ആ ഭയത്തെ നേരിടാൻ നമുക്ക് കുറച്ചും കൂടി ശക്തി കിട്ടും. നമുക്ക് അങ്ങനെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല രീതികളിലൂടെ നമുക്ക് കുറച്ച് റിലാക്സ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഭയത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ റിലാക്സ് ആയിട്ടൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക, നമ്മൾ റിലാക്സ് ചെയ്യുക, അതാണ് 3ാമത്തെ മെത്തേഡ്. ഇനി 4ാമത്തെ മെത്തേഡ്, സീക്ക് സപ്പോർട്ട്. നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സപ്പോർട്ടൊക്കെ ചോദിക്കുക. നമുക്ക് വളരെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ അടുപ്പമുള്ള ആളുകളാണ് നമ്മുടെ പേരൻസ്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. നമ്മുടെ ചുറ്റും ആൾക്കാർ നമ്മളെ കടിച്ചു കയറാനും നമ്മളെ നശിപ്പിക്കാൻ നിൽക്കുന്നവരല്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും തന്നെ, മിക്കവരും തന്നെ നമ്മൾ വളരണമെന്നും നമ്മൾ ഉയരണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ അഭ്യുദയകാംക്ഷികളാണ് പലപ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരൻസ് ആവട്ടെ, നമ്മുടെ സിബ്ലിങ്സ് ആവട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആകട്ടെ, എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് ശത്രുക്കളെ കാണുമായിരിക്കാം. പക്ഷേ ഭൂരിപക്ഷവും നമ്മുടെ ചുറ്റുമുള്ളത് അഭ്യുദയകാംക്ഷികളാകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അവരോട് സപ്പോർട്ട് ചോദിക്കുക. ബ്രോ അല്ലെങ്കിൽ അപ്പ അമ്മ അല്ലെങ്കിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക, ഇന്ന പോലെ എനിക്ക് ഇച്ചിരി പ്രയാസമുണ്ട്, എനിക്ക് ഇന്ന കാര്യത്തിലൊരു ഭയമുണ്ട്, എനിക്കതൊന്ന് ഓവർകം ചെയ്യണം എന്ന് നമ്മൾ അവരോട് പറഞ്ഞ് 2-3 പേരോട് ആ കാര്യം പറഞ്ഞു കഴിയുമ്പം അവർ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പരിഹസിക്കുന്നവരോടോ അല്ലെങ്കിൽ നമ്മളെ കൊച്ചാക്കി കാണിക്കുന്നവരോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് നമ്മൾ സപ്പോർട്ട് ചോദിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ഭയങ്ങളെ ഓവർകം ചെയ്യാൻ സപ്പോർട്ട് ചോദിച്ചു കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവരുടെ ഒരു മോട്ടിവേഷൻ, നമ്മുടെ ചുറ്റും നിന്ന് കുറച്ച് ആൾക്കാർ നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ് അല്ലേ.
റണ്ണിങ് റേസിൽ ഓടുന്ന ആളുകൾ അല്ലേ, അതിന് ചുറ്റും നിന്ന് അവരുടെ ആൾക്കാർ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പം ഈ ഓടുന്നവന് ഒരു ആവേശമാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ എന്നെ പുറകെ നിൽപ്പുണ്ട്, എന്നെ അവിടെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, എന്നെ എടുത്തുകൊണ്ട് പോകാൻ ആൾക്കാർ അവിടെ ഫിനിഷിംഗ് ലൈനിൻ്റെ അവിടെ കാത്തു നിൽപ്പുണ്ട്, എൻ്റെ പുറകെ ആൾക്കാർ നിൽപ്പുണ്ട്, സൈഡിൽ നിന്ന് ആൾക്കാർ നിൽപ്പുണ്ട്, എല്ലാം എൻ്റെ ആൾക്കാർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് നമുക്കൊരു ഫീൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു എനർജി ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭയങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് ചോദിക്കുക. അത് ജെന്യുവിനായിട്ട് ഫ്രാങ്കായിട്ട് അവരോട് നമ്മൾ പ്രയാസം പറയുക, അവർ നമ്മളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഏകദേശം പൂർത്തിയാവുകയാണ്. എങ്ങനെയാണ് ഭയങ്ങളെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ മെത്തേഡ്സ് ഓരോന്നും തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കും ഈ മെത്തേഡ്സ് നിങ്ങളുടെ ലൈഫിൽ പ്രയോജനപ്രദമാകും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഭയങ്ങളെ നിങ്ങൾക്ക് തുരത്താനായിട്ട്, ആ ഭയങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.